ഈ സ്വർണ്ണക്കൊള്ള കേസിൽ രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ ഉന്നതരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നേടുന്നത്. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള UDF കൺവീനർ അടൂർ പ്രകാശ് MP, പ്രമുഖ സിനിമാ താരങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ പട്ടിക SIT തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണ ചുമതലയുള്ള SP S ശശിധരൻ നേരിട്ടാണ് ഈ പട്ടിക കൈകാര്യം ചെയ്തത്. എന്നാൽ ഉന്നത ബന്ധമുള്ളതിനാൽ അതീവ ജാഗ്രതയോടെ നീങ്ങാൻ തന്നെയാണ് തീരുമാനം. കൃത്യമായ തെളിവ് ലഭിച്ച ശേഷം ADGPയുടെ അനുമതിയോടെ മാത്രമേ ഈ പ്രമുഖരെയെല്ലാം ചോദ്യം ചെയ്യുകയുള്ളൂ. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, 5 ഉന്നതർ ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലാണെന്ന് അറിയാൻ കഴിയുന്നു. ഇത് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുണ്ട്, സിനിമാ രംഗത്തെ പ്രമുഖരുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇതിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അന്വേഷണം, ചോദ്യം ചെയ്യൽ, അതൊക്കെ ആരിലേക്ക് എന്നൊരു ആകാംക്ഷയുണ്ടല്ലേ? ഉറപ്പായിട്ടും വിനീത പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾ, അത് സിനിമാ മേഖലയിലേതാകട്ടെ, പോലീസ് സേനയിലേതാകട്ടെ, മറ്റ് രാഷ്ട്രീയ മേഖലയിലേതാകട്ടെ, അങ്ങനെ നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വലിയ പട്ടിക തന്നെ ഇപ്പോൾ SIT തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിരുന്ന 2 ഫോണുകളിലെ CDR ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി മെസ്സേജ് അയച്ചിരുന്ന, അല്ലെങ്കിൽ നിരന്തരമായി ഫോൺ കോളുകളിലൂടെ ബന്ധപ്പെട്ടിരുന്ന ആളുകളുടെ ലിസ്റ്റുകളാണ് തയ്യാറാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ നിരവധി ആളുകളുടെ പേരുകൾ SIT തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരിലേക്ക് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഉടൻ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് SIT എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് ഈ അടൂർ പ്രകാശ്, UDFന്റെ കൺവീനർ ആണ് എന്നുള്ളത് രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം LDFന്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യുമോ എന്നൊരു ആകാംക്ഷ കൂടി ഒരു വശത്തുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും നിലവിൽ പെട്ടെന്നുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. അതായത് ഒരു ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോൺ വിളിച്ചു എന്നതിന്റെ പേരിലോ, ഒരുമിച്ച് ഫോട്ടോ എടുത്തു എന്നതിന്റെ പേരിലോ അയാളെ ഉടൻ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ SIT കണക്ക് കൂട്ടുന്നത്. പകരം ഏതെങ്കിലും ദുരൂഹതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിലോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്തതിലേക്ക് കടക്കാമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ SPയുടെ നേതൃത്വത്തിലാണ് നേരിട്ട് ഈ പട്ടിക തയ്യാറാക്കുന്നത്. ADGP നിർദ്ദേശം നൽകുന്ന ഒരു പക്ഷത്തിൽ മാത്രമായിരിക്കും ഏതായാലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ ഏതായാലും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സേനയിലെയും ഒപ്പം തന്നെ സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും നിരവധി ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടതായി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിനീത. ശരി, സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.